വെൽക്കം ടു CS ചാപ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് എന്താണ് സെനാർ ഡയോഡ് എന്നാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ സെനാർ ഡയോഡ് എന്ന് നോക്കാം. അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ സർക്യൂട്ട് സിമ്പിളാണത്. ഓക്കെ, നമുക്ക് സെനാർ ഡയോഡ്സിനെ ചില സമയത്ത് എന്തെന്നും വിളിക്കാം, റെഫറൻസ് ഡയോഡ്സ് എന്നും വിളിക്കാം. എന്ത് ചെയ്യും, ഓർഡിനറി ഡയോഡിനെ ഫോർവേഡ് ഡയറക്ഷനിലോട്ട് അതെന്ത് ചെയ്യും, ഡയറക്റ്റ് ചെയ്ത് വിടും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ റിവേഴ്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് മറ്റേതിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, മറ്റേതിനേക്കാളും ഡിഫറെൻ്റ് ആണ്. അതുപോലെ സെനാർ ഡയോഡ് നമുക്ക് പെട്ടെന്ന് നമ്മൾ റിവേഴ്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെനാർ ഡയോഡ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. They are designed to break down in a reliable and non-destructive way so that they can be used in reverse to maintain a fixed voltage. ഒരു ഫിക്സഡ് വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെനാർ ഡയോഡ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സെനാർ ഡയോഡ്സ് നമ്മളെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്, അതുപോലെ ഹൗ ആർ ദേ കണക്റ്റഡ് വിത്ത് എ റെസിസ്റ്റർ ഇൻ എ സീരീസ് ടു ലിമിറ്റ് ദ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് എന്ത് ചെയ്യും, റെസിസ്റ്ററിനൊപ്പം സീരീസ്ലി ആണ് സെനാർ ഡയോഡ്സിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സെനാർ ഡയോഡ്സ് ഒരു ഫിക്സഡ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ്, ബ്രേക്ക് ഡൗൺ റിലയബിൾ ആക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെനാർ ഡയോഡ്സിൻ്റെ മിനിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 2.7 വോൾട്ടേജ് ആണ്. അതിൻ്റെ പവർ റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി അതിൻ്റെ VA ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. സെനാർ വോൾട്ടേജിൻ്റെ VA characteristics of Zener or to voltage reference diode is the key to its operation. ഈ ഓപ്പറേഷൻ്റെ ഈ VA characteristics ആണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോർവേഡ് ഡയറക്ഷനിൽ ഡയോഡ് എന്തായി പെർഫോം ചെയ്യും, വേറൊരു ഡയോഡായിട്ട് പെർഫോം ചെയ്യും. റിവേഴ്സ് ഡയറക്ഷനിലാണ് സ്പെസിഫിക് പെർഫോമൻസ് പെർഫോം ചെയ്യും. ഫോർവേഡ് ഡയറക്ഷൻ നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും. റിവേഴ്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് വോൾട്ടേജ് വെച്ചിട്ട് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് സെനർ എഫക്റ്റ്. ഇനിയിപ്പോൾ എന്താ സെനർ എഫക്റ്റ് എന്ന് നോക്കാം. ഈ വോൾട്ടേജ് റെഫറൻസിൽ നോർമലി സെനർ ഡയോഡ് ഉണ്ടാക്കുന്നതിൽ 2 ബ്രേക്ക് ഡൗൺ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ 2 ബ്രേക്ക് ഡൗൺ ആണ്, ഒന്ന് സെനർ എഫക്റ്റും ഒന്ന് ഇമ്പാക്റ്റ് അയോണൈസേഷൻ. ഓക്കെ, സെനർ എഫക്റ്റും ഇമ്പാക്റ്റ് അയോണൈസേഷൻ. എന്താ സെനർ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫക്റ്റ് 5.5 ബിലോ ആയിരിക്കും പ്രീഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രീഡോമിനേറ്റ് ചെയ്യുന്നത് 5.5 സമയത്താണ്. ഈ എഫക്റ്റ് എബോവ് 5.5. ഓക്കെ, എബോവ് 5.5 മറ്റേത് ബിലോ 5.5. ഓക്കെ, അതാണ് 2 തരം ബ്രേക്ക് ഡൗൺസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഇതാണ് ഇതിൻ്റെ സെനാർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അത് വോൾട്ടേജ് റെഗുലേറ്റർ വെച്ചിട്ടുള്ളതാണ്. നമ്മൾ റെഗുലേറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. സെനാർ ഡയോഡ് എന്ത് ചെയ്യും, അതിൻ്റെ കറണ്ട് എൻട്രിങ് എന്ത് ചെയ്യും, അത് ലിമിറ്റ് ചെയ്യും അല്ലേ. കറണ്ട് എൻട്രിങ് ലിമിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു പെർഫെക്റ്റ് വോൾട്ടേജ് സോഴ്സ് മാത്രമേ അതിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങാനും എക്സസീവ് കറണ്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടാവും അല്ലേ, സോ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സെനാർ ഡയോഡ് എന്ത് ചെയ്യും, ഒരു ഡ്രൈവൺ കറണ്ട് സോഴ്സ് ഉണ്ടാക്കും. ഇതെന്ത് ചെയ്യും, അതിൻ്റെ കറണ്ട് വാല്യൂവിൽ ലിമിറ്റ് ഉണ്ടാക്കും. ഓക്കെ, അതാണ് ചെയ്യുന്നത്. ഇനി സെനാർ ഡയോഡ്സിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ്, വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ യൂസ് ചെയ്യും. അതുപോലെ ക്ലിപ്പർ സർക്യൂട്ട്, ലിമിറ്ററുള്ളായിട്ടുള്ള സർക്യൂട്ട്സിലൊക്കെ നമുക്ക് സെനാർ ഡയോഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു 2 ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നുണ്ട്, അവലാഞ്ചി ബ്രേക്ക് ഡൗണും സെനാർ ബ്രേക്ക് ഡൗൺ. ഇനി എന്താ അവർ തമ്മിലുള്ള ഡിഫറൻസ്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.